മുസ്ലിം പള്ളി ആക്രമിച്ചു, മതപുരോഹിതനെ വെട്ടിക്കൊന്നു. ഇന്നലെ രാത്രി മുഖം മൂടിയിട്ട ഏതാനും അക്രമികൾ തേയിക്കൽ ജുമായത്ത് പള്ളിയിൽ അതിക്രമിച്ചു കടന്ന് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുസ്ലിയാർ ഇബ്രാഹിംകുട്ടി എന്ന 33-കാരനെ ക്രൂരമായി വെട്ടിക്കൊന്നു. പോലീസ് അന്വേഷണം തുടരുന്നു. അതിന് നമ്മളെന്ത് വേണം? ഞാനൊരു ബിസിനസ്സുകാരനാണ്. പള്ളിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിങ്ങളുടെ കൂട്ടത്തിൽ റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ കൂട്ടർ മാത്രമല്ലല്ലോ, എല്ലാ മതക്കാരും സംഘടനകളും ഉണ്ട്. പ്രകടനം നയിക്കുന്ന എന്നെ മാഡമാണ്. ഇന്നത്തെ പ്രതിഷേധ പ്രകടനം മാഡമാണ് നയിക്കുന്നത് കേട്ടല്ലോ. അവർ നിർബന്ധിച്ചിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ. ഇന്നത്തെ പ്രൊസഷന് പോലീസ് സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? യെസ്, എനിക്കാണ് അതിന്റെ ചാർജ്. അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇടപെടരുത്. എന്താ കാര്യം? കമ്മത്തി സ്റ്റേറ്റിലേക്ക് പോലീസിനെ വിടരുത്. പുറത്തു വെച്ച് നിങ്ങൾ അവരെ തടയണം. ബാക്കി കാര്യം ഞങ്ങളേറ്റു. Come in, sir. Yes. പ്രകടനക്കാരുടെ നേരെ ആരോ ബോംബ് എറിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. സെക്യൂരിറ്റിക്ക് പോയ പോലീസുകാരിൽ ചിലർക്കും പരിക്കുണ്ടത്രേ. ഓ, ആ മുരുകനെ ഒരിടത്ത് വിളിച്ചിട്ടും കിട്ടുന്നില്ല. വല്ല ക്ലബിലോ ബാറിലോ പോയി കിടക്കുന്നുണ്ടാവും. അലക്സ് ഉടനെ സ്പോട്ടിലെത്തണം. അറിഞ്ഞിടത്തോളം അവിടെ വലിയ കുഴപ്പമാണ് നടക്കുന്നത്. ഫോഴ്സ് മതിയാവില്ല. സാർ റിസർവ് ക്യാമ്പിലേക്ക് വിളിക്കണം. ഏത് നരകത്തിലേക്കെങ്കിലും വിളിക്ക്. എനിക്ക് വയ്യ. പ്രഷർ കൂടിയോണ്ട് തല ചുറ്റുന്നു. സർ, സാറിന് ഫോണുണ്ട്. കമ്മീഷണർ ഓഫീസിൽ നിന്ന്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേട്ടാ. പെട്ടെന്ന് മാറ്റോ. താമസിച്ചാൽ അവന്മാർ തമ്മിൽ തല്ലി ചാവും. ഒരു സംശയം. ഈ നേരത്തെ നിനക്ക് സംശയമാണോ വാസു? നിനക്ക് പറ്റിയോ? ഒന്നും പറ്റാതിരിക്കാനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഹലോ, എന്താ അവിടെ പ്രോബ്ലം? പുറത്ത് സ്ട്രീറ്റിലാണ്. മോള് പേടിക്കണ്ട, നമ്മൾ ഷട്ടർ ഇട്ടിരിക്കുകയാണ്. ഹലോ അച്ഛാ, ഹലോ അച്ഛാ. എന്നെ കൊല്ലരുത്, എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊന്നും അറിഞ്ഞതല്ല. എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്നെ. നീ ഞങ്ങൾക്ക് വരുത്തിയ നഷ്ടം ഇതുകൊണ്ടും തീരില്ല.
നടക്കുന്നത് കാണുന്നില്ലേ? ഇനി ഞങ്ങൾ വിളിട്ട് കൊല്ലാക്കൊല ചെയ്യിക്കണോ? ഞാൻ വിളിക്കണം സാർ. മേലാളന്മാര് മാളികപ്പുറത്തുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് ചോദിക്ക്. കിട്ടുന്നില്ലടോ ആരും. Then you give order. തോക്കും പിടിപ്പിച്ച് ഇവരെ എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇവർ നോക്കുത്തികളെ പോലെ നിൽക്കാനല്ലോ. വെള്ളം ഇല്ലെങ്കിൽ ഇതൊരു ചോര കളവാകും. ജനങ്ങൾ വെട്ടിക്കരി ചാവും. അടുത്തത് പെട്രോൾ ബങ്കാണ്. ഈ ടൗൺ മുഴുവൻ കത്തി നശിക്കും. പ്ലീസ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ. ജനങ്ങൾ പിരിഞ്ഞു പോകണം. നിയമവിരുദ്ധമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. നിയമവിരുദ്ധമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ പോലീസ് വെടിവെക്കും. നിയമവിരുദ്ധമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ വെടിവെക്കുന്നതാണ്. എവിടെ പോകുന്നു? സംഭവത്തിൽ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. ദൂരദർശൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. താമസിച്ചപ്പോ ടെൻഷനായിരുന്നു. റോഡിലൂടെ ഒരു വണ്ടിയും വിടുന്നില്ല. മാഡം ആംബുലൻസ് അയച്ചത് ബുദ്ധിയായി. ഏൽപ്പിച്ച ജോലി ഞാൻ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അറിയാം. സിദ്ദിഖിന് രക്ഷപ്പെടാനായില്ല. അവൻ പോലീസിന്റെ കയ്യിലാവും. അവനെ അന്വേഷിക്കാം. ഡിക്രൂസ് പോയിക്കോളൂ. സൂക്ഷിച്ചു പോണം. ജനങ്ങൾ സംഘം ചേരുന്നതും കൂട്ടം കൂടി നടക്കുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം 144 വകുപ്പ് പ്രകാരം കർശനമായി നിരോധിക്കുന്നു. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്. കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിടുന്നു. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്. കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിടുന്നു. അല്ല, എന്ന് പോയ ആളാ? ഞാൻ വിചാരിച്ചു കടലിൽ മുങ്ങിപ്പോ. നീ ഇതോടെ സൂക്ഷിക്കണം. ആരെയും കാണിക്കരുത്. ഞാൻ വരും. എന്നിട്ടും കണ്ടവരെ കൊണ്ട് കൊള്ളയടിപ്പിക്കാൻ നീ ഇല്ല മുതലാളി, പുറത്ത് വെച്ചിരുന്ന 3-4 കുപ്പികളെ അവന്മാർ കൊണ്ടുപോയുള്ളൂ. ലൂട്ട് ചെയ്യാമെന്നവരെ ഞങ്ങൾ തല്ലി ഓടിച്ചിട്ടുണ്ട്.
പെട്ടെന്ന് ഈ കുപ്പികളൊക്കെ സ്റ്റോറിലേക്ക് എടുത്ത് മാറ്റണം. ശരി സർ. വ്യാപാരി വ്യവസായി സംഘടന അടിയന്തര യോഗം കൂടി നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. കുറെ കാല് കുപ്പികളൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് അവന്മാര് കാണട്ടെ. മനസ്സിലായോ? ഉമ്മർ ഇവിടെ തന്നെ കാണണം. ഞാനൊന്ന് ഗസ്റ്റ് ഹൗസിൽ പോകും. മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നതിനെതിരെ സർക്കാർ വല്ല മുൻകരുതലും എടുത്തിട്ടുണ്ടോ? കൂടുതൽ പോലീസ് ഫോഴ്സിനെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്ഥിതി നിയന്ത്രണ വിധേയവുമാണ്. ഈ അക്രമത്തിന്റെയും വെടിവെപ്പിന്റെയും പേരിൽ സർക്കാർ രാജിവെക്കുമോ? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അക്രമത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം വല്ലതും കൊടുക്കുമോ? തീർച്ചയായും പരിഗണിക്കും. സമാധാനപരമായി പ്രകടനം നടത്തിയവരെ പോലീസ് വെടിവെച്ചോന്ന് അന്വേഷിക്കുമോ? അന്വേഷിക്കും. ജുഡീഷ്യൽ അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിന്റെ കിരാതവാഴ്ച. നിർത്തണോ? ഞാൻ ആദ്യം അന്വേഷിക്കട്ടെ എന്ത് വാഴ്ചയാണെന്ന്. താൻ എവിടെ പോയി കിടക്കുവായിരുന്നോ ഇതുവരെ? കിടക്കുകയായിരുന്നല്ലോ സാർ. ചത്തവരെ കീറി മുറിക്കണ്ടേ, അടക്കം ചെയ്യാൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണ്ടേ, അതിന്റെ തിരക്കിലായിരുന്നു. ഒന്നതും താൻ തന്നെയല്ലേ? ബാക്കി അവിടെ പോയി പറഞ്ഞാൽ മതി. സമാധാനപരമായി പ്രകടനം നടത്തിയവരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ഇൻസ്പെക്ടർ ബൽറാമാണ്. കുപ്രസിദ്ധനായ ഈ പോലീസ് ഓഫീസർ മുമ്പ് നടത്തിയ ക്രൂരമായ കൊലകൾ പലർക്കും അറിയാം. എന്നിട്ടും ഇയാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വകുപ്പിനും സർക്കാരിനും ഒരുപോലെ നാണക്കേടാണെന്ന് ഞാൻ പറയും. ബൽറാമിനെ കുറിച്ച് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനുള്ള എതിർപ്പാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. സഹദേവൻ, പാർട്ടിയുടെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് അന്വേഷിക്കുന്നത്. ആ ഇൻസ്പെക്ടർ ഇവിടെ ചെല്ല. ഇതോടെ ഇവന്റെ തൊപ്പി തെറിക്കണം സാർ. ഇൻസ്പെക്ടർ ബൽറാം, നിങ്ങളെക്കുറിച്ച് ധാരാളം അലിഗേഷൻസ് ഞാൻ ഇവിടെ കേട്ടു. പക്ഷെ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളവിടെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? ആത്മരക്ഷാർത്ഥമാണെന്ന പോലീസിന്റെ സ്ഥിരം ന്യായമൊന്നും ഇവിടെ വേണ്ട. ഇല്ല സർ, പോലീസ് ആത്മാവും ശരീരവും ഇല്ലാത്ത വില കുറഞ്ഞ നിർജീവ വസ്തുക്കളാണെന്ന് കരുതുന്നവർക്ക് ആ ന്യായം ബോധ്യപ്പെട്ടില്ല എന്നറിയാം. മിസ്റ്റർ, ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. അതാണ് സാർ പറഞ്ഞു വരുന്നത്. കൊള്ളയും കൊലയും തീവപ്പും നടത്തിയ ക്രിമിനൽ പുള്ളികൾ ഒരുത്തൻ ചത്താൽ ഇവിടെ ചോദിക്കാൻ ആളുണ്ട്, പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പാർട്ടികളുണ്ട്. അത്തരം സാമൂഹ്യ ദ്രോഹികൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പെട്രോളിൽ മുക്കി തീയിട്ട് ചുട്ടാലും തല വെട്ടിയെടുത്താലും ചോദിക്കാനാണില്ല. അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരില്ല. സ്റ്റോപ്പ് ഇറ്റ്. കം ടു ദ പോയിന്റ്. എന്താണ് അവിടെ നടന്നത്? വെടിവെപ്പിന് ഓർഡർ ഇടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? സർ, കല്ലും കട്ടപ്പാറയും കൈബോംബുമായി ഒരു സംഘം പോലീസിനെ നേരിട്ടപ്പോ വെറും ലാത്തി കൊണ്ട് അവരെ തടഞ്ഞു നിർത്താനാവില്ലെന്ന് വന്നു. ആ സമയം പലരെയും വിളിച്ച് അന്വേഷിച്ചു, അനുമതി ചോദിച്ചു, ജില്ലാ കളക്ടർ മുതൽ DIG വരെ. പക്ഷെ ആരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. മേലധികാരികൾ പഴിചാരി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണമല്ലോ ബോധിപ്പിക്കാനുണ്ടോ? നടപടിയെടുക്കേണ്ടത് കുറ്റക്കാർക്കെതിരെ വേണം സർ. കമ്മത്തി സ്ട്രീറ്റ് കൊള്ളയടിച്ചവര്, കൃഷ്ണ ജുവലേഴ്സ് കുത്തിക്കവർന്നു അതിന്റെ ഉടമയെ വെട്ടിക്കൊന്നവര്, പോലീസ് വാഹനങ്ങളടക്കം പൊതുമുതൽ ചുട്ടുകരിച്ചവര്, അവരെ മുഴുവൻ മാറ്റി നിർത്തി എന്നെ പ്രതിയാക്കുന്നത് വെടിവെപ്പിന് ഉത്തരവിട്ടതിന്റെ പേരിലാണെങ്കിൽ അത് ഞാൻ ചെയ്ത കുറ്റകൃത്യമല്ല, ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എന്റെ ഡ്യൂട്ടിയാണ്. അതിൽ രണ്ടുപേർ മരിച്ചെങ്കിൽ അതിൽ എത്രയോ ഇരട്ടി ജീവൻ രക്ഷിക്കാൻ, ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായെങ്കിൽ കോടിക്കണക്കിന് രൂപ നഷ്ടമാകാതിരിക്കാൻ അതിന് തെളിവാണ് കൃഷ്ണപിള്ളയുടെ ശവം. ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത കമ്പത്തി സ്ട്രീറ്റ്, വെട്ടും കുത്തുമേറ്റ് തലപൊട്ടി എല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന പോലീസുകാരടക്കമുള്ള നൂറുകണക്കിന് നിരപരാധികൾ. അവരെ കാണാതെ തെളിവും സാക്ഷിമൊഴികളും രേഖപ്പെടുത്താതെ ഒരാളെ ശിക്ഷിച്ച് പലരുടെയും മുഖം രക്ഷിക്കാനാണ് അന്വേഷണം എന്ന ഈ പ്രവർത്തനമെങ്കിൽ അയാൾ പറയട്ടോ. ക്ഷമിക്കണം സർ, ഇഷ്ടദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നരബലി പോലും നടത്തുന്നവരുടെ നാടാണ്. ഇഷ്ടജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരു പാവം പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറ്റ്സ് അപ് ടു യു സർ. ഐ ഹാവ് നത്തിങ് മോർ ടു സേ. He is an outspoken idiot. എന്നാലും അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എവിടെ എങ്ങനെ സംസാരിക്കണം? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് ദാറ്റ്? Truth, the whole truth, nothing but truth. You, sir.